ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ആളുകൾ എന്തിനാണ് ഈ പ്രിസർവേറ്റീവും കളറും വിഷവും ചേർക്കുന്നത്? അന്നുള്ളവർ ഇതൊന്നും ചേർക്കാതെ വർഷങ്ങൾ ഉപയോഗിച്ചില്ലേ? വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ ആദിവാസികൾ ഈ മലമ്പണ്ടാരങ്ങളും ഇരുളരും പണിയരും വളരെ ഇതാണ്, അവർ ഫ്രണ്ട്ലിയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്, സൂക്ഷിക്കുന്ന രീതിയൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും നിർവചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവർ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. നമ്മളിപ്പം അരിയിൽ ഒരു കുറച്ച് നാളിരിക്കുന്ന സമയത്ത് അതിൽ ചെള്ളൊക്കെ വരും അല്ലേ, പ്രാണികളൊക്കെ വരും. ഇവർ ഈ വർഷത്തത് അടുത്ത വർഷം എടുക്കുന്നതിൽ പോലും അവരുടെ ഇതിൽ കേടുവരുന്നില്ല. അതിൽ ബേസിൽ ലീഫ്, നമ്മുടെ പുൽത്തൈലത്തിൻ്റെ ഇല, പുൽത്തൈലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ലെമൺ ഗ്രാസിൻ്റെ ലീഫ്, ഈ പിന്നെ ഗ്രാമ്പൂയുടെ ഇല, ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. പിന്നെ അതേപോലെ അവർ തേനിലിട്ടിട്ടാണ് പല പഴങ്ങളും സൂക്ഷിക്കുന്നത്. കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ ഒരു സമയത്ത് ഇഷ്ടംപോലെ കിട്ടും. ഈ മുട്ടിപ്പഴം എന്നൊക്കെ പറഞ്ഞ സമയം ഈ ഒരു സമയത്തുണ്ടാവുക, മഴയുടെ സമയത്ത്. അപ്പോൾ അത് 2-3 മഴ കഴിയുമ്പോഴേക്കും അത് താഴെ വീഴും, പൊഴിഞ്ഞ് താഴെ വീഴും. അത് മൂട്ടിൽ നിന്ന് തുടങ്ങി അങ്ങ് ആകാശം വരെ പഴങ്ങളായിരിക്കും, നല്ല ചുമന്ന കളറുള്ള പഴങ്ങൾ. ഒരു പുളിയും മധുരമായിട്ട് നമ്മുടെ ലിച്ചിയോട് സമാനമായിട്ടുള്ള പഴമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ അവർ സൂക്ഷിക്കുന്നത് തേനിലിട്ടിട്ടാണ്. അത് ഭരണിയിലൊന്നുമല്ല, മണ്ണിൻ്റെ പാത്രത്തിൽ അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. അതിനകത്ത് തന്നെ ഇതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ഇല, ജാതിക്ക, ഈ കാട്ടിൽ കിട്ടുന്ന പല, അതുപോലെ കാട്ടുകുരുമുളക്, ഇത് കാട്ടുജീരകം, കാട്ടുകടുക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്.